ഇന്ന് പിടിച്ചൊരു ബുക്ക് മാർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബുക്ക് മാർക്ക്. ഇത് വെച്ചിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, കാരണം ഞാൻ ബുക്കേ വായിക്കില്ല. ബുക്ക് വായിക്കുന്ന ആൾക്കാർക്കുള്ളല്ലോ ബുക്ക് മാർക്കിൻ്റെ ആവശ്യം. അപ്പോൾ ബുക്ക് വായിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു പേപ്പറിലോട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എനിക്ക് ഇഷ്ടമല്ല ഇതൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലൗഡും പിന്നെ അവക്കാഡോൻ്റെ ഒരു ഇതും പിന്നെ ഒരു ഫ്ലവറുമാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. കളർ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്കെച്ച് വെച്ച് കളർ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഞാനിവിടെ സ്കെച്ച് വെച്ചുകൊണ്ട് വെച്ച് കളർ ചെയ്തപ്പോൾ എൻ്റെ പേപ്പറിൻ്റെ തിക്നെസ്സൊക്കെ കുറഞ്ഞിട്ടൊരു ഫിനിഷിംഗ് ഇല്ലാതെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ട് കളർ ചെയ്യുക കേട്ടോ, പെയിൻറ്റ് വെച്ചിട്ട് കളർ ചെയ്യുക കേട്ടോ. അപ്പോൾ പെയിൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ വാട്ടറൊന്നും ചേർക്കാതെ വെറും പെയിൻറ്റ് വെച്ചിട്ട് തന്നെ കളർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴുള്ള നമ്മൾ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഇതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പേപ്പർ എടുക്കുമ്പോൾ ഒരു കട്ടില്ല പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പേപ്പർ കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന്. അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കട്ട് ചെയ്തെടുത്താൽ നമ്മൾ പേപ്പർ ബുക്ക് മാർക്ക് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മളെ ബുക്ക് മാർക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബുക്കിൽ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് ഞാനിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേപ്പറിൻ്റെ തിക്നെസ് ഒന്ന് കുറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളൊരു തിക്നെസ്സിൽ പേപ്പർ എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.